ശ്രീ എ സജീവൻ, ഇപ്പോൾ BJP രണ്ടാമത് വന്നിട്ടുള്ള രണ്ട് മണ്ഡലങ്ങൾ ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. വട്ടിയൂർക്കാവ്, അവിടെ കെ മുരളീധരൻ അവിടെ MLA ആയിരിക്കുമ്പോഴാണ് ലോക്സഭയിലേക്ക് പോയത്. അതുപോലെ തന്നെ നോക്കാം പാലക്കാട്, ഷാഫിയും ഇതുപോലെ തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം. അവിടെ BJP എത്രമാത്രം ജയസാധ്യതയോടെ വളരെ ഭീഷണിയോടെ നിൽക്കുന്നു എന്നത് ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. മറ്റൊന്നുണ്ട്, നമുക്ക് നേരിട്ട് താരതമ്യത്തിന് അത്രമേൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. ഉദാഹരണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വന്നു. അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. രാജ്യസഭാംഗത്വം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ ലോക്സഭാംഗമായത്. ആ രാജ്യസഭാംഗത്വം അതോടെ കിട്ടിയത് BJPക്കാണ്. മറുഭാഗത്ത് CPIM-നെ നോക്കിയാൽ ഇപ്പോൾ BJP ജയിച്ചത്, ജയസാധ്യതയുള്ളത് അല്ലെ രണ്ടാമത് വരാവുന്നത്. ഇത്തരം മണ്ഡലങ്ങളിൽ CPIM ഇപ്പോൾ നേമത്ത് നോക്കാം, ശിവൻകുട്ടിയിലൂടെ അക്കൗണ്ട് പൊട്ടിച്ച ആ മണ്ഡലം പിടിച്ചു. വട്ടിയൂർക്കാവിൽ പ്രശാന്തിലൂടെ കെ മുരളീധരൻ പോയിടത്ത് BJPയിലേക്ക് പോകാവുന്ന ആ മണ്ഡലത്തെ ഇടതുപക്ഷത്തുറപ്പിച്ച് മതനിരപേക്ഷ ചേരിയിൽ നിർത്തി. കടകംപള്ളിയിലൂടെ കഴക്കൂട്ടത്തെ വളരെ വളരെ പ്രധാനപ്പെട്ട കൃത്യമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ. അതുപോലെ തന്നെ ഇത്തവണ പാലക്കാട്, ഞാനതാണ് മുമ്പ് താങ്കളോട് ചോദിച്ചത്, ഇത് UDF-നെ വല്ലാതെ ബേജാറാക്കുന്നുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് തന്നെ ഡീൽ എന്ന് പറയുന്ന ഈ ആക്ഷേപവും ആരോപണവും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് ഏറ്റവും അധികം തിരിച്ചറിയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണോ? തീർച്ചയായിട്ടും ഈ ഡീൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, തോറ്റു കഴിഞ്ഞാൽ ഡീല് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമത്തേത്, ഈ ഡീല് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ പറയുന്നത് പാലക്കാട്ട് സ്ഥാനാർത്ഥിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മതമാണല്ലോ ഇതിൽ പ്രധാനമായിട്ടും ഈ ഡീലിനെ കുറിച്ച് പറയുന്നത്. ഞങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പേടിപ്പിച്ച് BJP ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കൊണ്ടുവന്നിട്ട് പരമാവധി ഈ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം. ഈ രണ്ട് തന്ത്രങ്ങളാണ്. ഒന്നുകിൽ അങ്ങനെ കിട്ടട്ടെ, അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ ഡീൽ എന്ന് പറയാം. എനിക്ക് അതിനേക്കാളൊക്കെ പറയണ്ട, ആദ്യം ഞങ്ങളുടെ ചോദ്യത്തിൽ പെടാത്തൊരു കാര്യം പറയാനുള്ള അത്ഭുതം തോന്നിപ്പോയി. ശ്രീകുമാർ ഈ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞുകൊണ്ട് BJP വോട്ടുകൾ വാങ്ങുമെന്ന് പറഞ്ഞ ഒരാളെ അദ്ദേഹം സ്വതന്ത്രനായിട്ടോ എങ്ങനെ മത്സരിച്ചാലും ആ ആളെ അങ്ങനെ പറയുന്നതിന്, അങ്ങനെയുള്ള ഒരാളെ പിന്തുണയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കൊരു സംശയമുള്ളത്, 70 സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയെന്ന് വെക്കാം. ഈ പറയുന്ന BJP വോട്ടുകൾ 5000 വോട്ട് വാങ്ങിയ ഒരാൾ ജയിച്ചു എന്ന് വെക്കാം. അങ്ങനെ 5000 വോട്ടുകൾ പരസ്യമായി പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ടുള്ള ആളുടെ പിന്തുണയോട് കൂടിയിട്ട് UDF ഭരിക്കുമോ? ഇത് നമുക്ക് ഇത് ഡീലിനെ കുറിച്ച് പറയുന്നത് തങ്ങളെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത രൂപത്തിലുള്ള ഒരു സാധനം, വെയ്ഗായിട്ടുള്ള ഒരു സംഗതി വെച്ചുകൊണ്ടാണ് ഡീൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പരസ്യമായി പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ അതിനെ തള്ളി പറയുന്നു. അങ്ങനെ ഒരു വോട്ട് 5000 വോട്ട് വാങ്ങി വെച്ച ആളെ പിന്തുണയ്ക്കാൻ ഞങ്ങളില്ല എന്നാണ് പറയേണ്ടത്. കാരണം അതല്ലെങ്കിൽ ഈ പറയുന്ന ഡീൽ പറയുന്നതിനൊന്നും ആളുകൾ ചെവി കൊടുക്കില്ല. അത്ഭുതം തോന്നിപ്പോയൊരു കാര്യമാണ്. പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ് നിങ്ങളുടെ 50,000 വോട്ട് അത് നിങ്ങൾ ഉറപ്പിക്കണം, 5000 വോട്ട് ഞാൻ വേറെ സംഘടിപ്പിച്ചിരുന്നു പറഞ്ഞാൽ ഇതെന്തൊരു BJP അത് ഉറപ്പിച്ചു വെച്ചതാണ്. അതിനൊരു സംശയമില്ല എന്ന് പറഞ്ഞാൽ അല്ല, ഒന്നുകൂടിയുണ്ട്. ആശയപരമായി CPIM-നെ വെല്ലുവിളിക്കുന്നില്ല, വിമർശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശയപരമായൊരു പോരാട്ടമാണ് നടത്തുന്നത് എന്നുകൂടി പ്രസംഗിച്ചു വെച്ചിട്ടുണ്ട്. BJPയുടെ വോട്ട് 5000 പോക്കറ്റിലിട്ടുണ്ട്. BJPയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ, അതായത് പാർട്ടി കൊടുക്കേണ്ട എല്ലാ അവസരത്തിലും അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്താണെങ്കിലും പാർട്ടി രംഗത്താണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരം കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് പ്രായപരിധിക്ക് അപ്പുറത്ത് നിൽക്കുമ്പോൾ എന്നേക്കാൾ പ്രായം കൂടിയ ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മത്സരിക്കാൻ വരുന്നത് തെറ്റായ കാര്യമാണ്. അത് പറഞ്ഞിട്ട് അതിന് ഒപ്പം കൂടുന്നത് UDF-ന്റെ പിന്തുണ തേടി അല്ലെങ്കിൽ പിന്തുണ കിട്ടിയെന്ന് വയ്ക്കാം. രഹസ്യമായെങ്കിലും പറയാതിരിക്കണ്ടേ, പരസ്യമായെങ്കിലും അത് പറയാതിരിക്കണ്ടേ. BJPയുടെ 5000 വോട്ട്, 5000 എന്ന് പറയുന്നത് ഡീലാണ്. BJPയുടെയും കുറെ വോട്ടുകളൊക്കെ എനിക്ക് കിട്ടും. അപ്പൊ ഈ ചർച്ചയിൽ ഏതാണ്ട് ഡീൽ എവിടെയാണെന്ന് ഏതാണ്ടൊക്കെ കുറെ കൂടി വെളിപ്പെട്ടു എന്നാണോ ശ്രീ സജീവൻ പറയുന്നത്? പറഞ്ഞു വെച്ച ഡീലൊന്ന്, അല്ലെങ്കിൽ ആരോപിക്കാനും ആക്ഷേപിക്കാനും ശ്രമിച്ച ഡീലൊന്ന്, പക്ഷേ ചർച്ച ചെയ്ത് വെളിവായ ഡീല് വേറൊന്ന്. നേരത്തെ തൃപ്പൂണിത്തറയിലെ ഡീല് സ്വരാജ് സൂചിപ്പിച്ചു. കോൺഗ്രസ് BJP ഡീൽ എങ്ങനെയാണ് അനുഭവത്തിൽ നിന്നടക്കം അദ്ദേഹം പറഞ്ഞു. ഇതാ ഇപ്പോൾ അമ്പലപ്പുഴയിലെ ഡീല് G. സുധാകരൻ തന്നെ വെളിപ്പെടുത്തി. ശ്രീ സജീവൻ, അല്ല, ഇപ്പൊ ഇതിൽ എന്താണ് സംശയം? ഇത് വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മുമ്പാകെ വെച്ചിട്ടാണ്
എണ്ണം പറയുന്നത്. എനിക്ക് ആ എണ്ണം കിട്ടിയപ്പോഴാണ് കേട്ടപ്പോഴാണ് അത്ഭുതം തോന്നിയത്. 50 നിങ്ങളുടേത്, ബാക്കി അല്ല, അത് 5000 കാട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കളവ് പറയാം, ഞങ്ങൾ കളവ് പറയാണെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ടാണ് അതുകൂടി ഈ ചർച്ചയുടെ ഭാഗമായി ഒന്ന് കണ്ട്, ഞാനും നേരത്തെ കണ്ടിരുന്നില്ല അത്. താങ്കൾ പറഞ്ഞ പോലെ ഞാനും അത്ഭുതപ്പെട്ടു പോയി അത് കണ്ടപ്പോൾ. അല്ലെ അത് ഈ സുധാകരനെ പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ അന്തം വിട്ട ആൾ എന്തും ചെയ്യുന്ന രീതിയിൽ ചെയ്തതാണ്. ശരി. പക്ഷെ അതിനെ ശ്രീകുമാറിനെ പോലെയുള്ള അടിയുറച്ച കോൺഗ്രസ്സുകാരൻ അതിനെ ന്യായീകരിക്കുന്നത് എനിക്ക് സങ്കടം തോന്നിയ കാര്യമാണ്. അദ്ദേഹത്തെ എന്തിനു പറയണം? അത് കേട്ട് കൈയടിച്ച ആളല്ലേ ബഹുമാന്യനായ ശ്രീ കെ സി വേണുഗോപാൽ. തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും റൈറ്റ്.